ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാനുണ്ടാവും. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമുള്ള ഒരു സംശയം എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള പല സംശയങ്ങളുണ്ട്. അപ്പോൾ ഒരു മാർഗം ഒന്ന് യൂട്യൂബ് ആണ്. അപ്പോൾ എങ്ങനെ യൂട്യൂബിൽ ചാനൽ തുടങ്ങാം? അപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങാൻ എളുപ്പമാണ്, ഈസിയാണ്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ചാനൽ തുടങ്ങിയ പിന്നെ നമുക്ക് അടുത്ത വരുന്നത് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ, ടോപ്പിക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള പല സംശയങ്ങളേക്കാരം. ഇപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഉള്ള ടോപ്പിക്കല്ല വേറൊരാൾക്ക് ഉണ്ടാവും. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ, ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫുഡിനോടായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ബ്യൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ബ്യൂട്ടി ആവാം, അല്ലെങ്കിൽ ഫുഡ്. ഇപ്പോൾ ലേഡി ആണെന്നില്ല, ആർക്കും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പല ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യുക, ഫുഡിനെ കുറിച്ചുള്ള ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ ആ ടിപ്സുകൾ ഇടാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ടെക്കായിട്ടുള്ള കാര്യങ്ങളാവാം, സോഷ്യലായിട്ടുള്ള മറ്റെന്തെങ്കിലും ആവാം, അങ്ങനെ ഇപ്പോൾ കോമഡി ആവാം, അങ്ങനെ നിങ്ങൾക്ക് ട്രോളാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടോപ്പിക്ക് കിട്ടും. ടോപ്പിക്ക് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ടോപ്പിക്ക് ചെയ്യാൻ സമയമില്ലാതെ ഒരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ചാനൽ തുടങ്ങാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ മൈൻഡിൽ വരുന്ന ഒരു ടോപ്പിക്ക് അത് തന്നെയാണ് നിങ്ങൾ മൈൻഡിൽ വരുന്ന എന്താണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വ്യൂവേഴ്സിനെ കിട്ടും എന്നുള്ള ഒരു സംശയക്കാരം. വ്യൂവേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ വീഡിയോ ഒക്കെ ഇട്ട് വ്യൂവേഴ്സ് ഇല്ല. മെയിനായിട്ട് യൂട്യൂബ് കുറേ ആൾക്കാർ നിർത്തി പോകുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വണ്ടി ചെന്നുണ്ട്. അതായത് ഫസ്റ്റ് വന്നുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, 2 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, കുറേ കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പോൾ വ്യൂവേഴ്സും കിട്ടില്ല, സബ്സ്ക്രൈബേഴ്സും കിട്ടില്ല. അപ്പോൾ അതോടുകൂടി ആ പ്രസ്ഥാനം പൂട്ടി നിർത്തും. അങ്ങനെ ഒരുപാട് ആളുകൾ നിർത്തിയ ആളുകളെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, സംഭവം നിങ്ങൾ ഇപ്പോൾ ആദ്യം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നന്നായിട്ട് മൈൻഡിൽ, അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി, ടൗണിൽ കറങ്ങാൻ പോകും, അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പോൾ നമുക്ക് ഫ്രീ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമുക്ക് ഉള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം നമ്മൾ യൂട്യൂബിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമയം കിട്ടും. മാത്രമല്ല പിന്നെ ഉള്ള സംശയം ചിലപ്പോൾ നെറ്റായിരിക്കും, എങ്ങനെ നമുക്ക് നെറ്റ് കിട്ടും. ഇപ്പോൾ നെറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു 199 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു 1.5 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഡാറ്റ വെറുതെ ചിലപ്പോൾ ആളുകൾ യൂസ് ചെയ്യാതെ പോകുന്നുണ്ട്. ചില ആൾക്കാർ പൂർണ്ണമായിട്ടൊന്നും യൂസ് ചെയ്യണില്ല. മാത്രമല്ല ഇനി യൂസ് ചെയ്യുന്ന തന്നെ വെറുതെ ടിക്ടോക്കിലോ ഫേസ്ബുക്കിലോ അവിടെ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ട് വെറുതെ കളയണതാണ്. അപ്പോൾ ആ കളിച്ച് സമയം കളയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് വരുമാനം നേടാനും പറ്റും. ചെറുതായിട്ടല്ല, ആദ്യം നിങ്ങൾക്ക് ചെറുതായിട്ട് പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വരുമാനം നേടാനും പറ്റും. അപ്പോൾ അത് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സിന് അതേ പറഞ്ഞില്ലേ, നമ്മളെന്താ വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ ഇല്ലാത്ത ആൾക്കാർ എന്തായാലും നിങ്ങൾ അതിലൊരു സ്മാർട്ട് ഫോണിലുണ്ടാവല്ലോ, ആ സ്മാർട്ട് ഫോൺ മതി, നിങ്ങൾ അതിൽ വീഡിയോ എടുത്താൽ മതി. നിങ്ങൾ അതായത് നിങ്ങൾ എന്താ പറയുക, ക്യാമറ വേണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചിന്ത, ഞാൻ ക്യാമറ കിട്ടിയിട്ടേ യൂട്യൂബിൽ ഇറങ്ങുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള മൈൻഡൊന്നും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്കൊരു വീഡിയോ ഇത് ചെയ്യാൻ കഴിയും. ഞാൻ ഈ സ്ക്രീനാണെങ്കിൽ സ്ക്രീൻ ചെയ്യാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ചെറിയ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും, ഫേസ്ബുക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കണ്ട ആൾക്കാർ എന്ത് ചെയ്യും,
മൈൻഡ് ചെയ്യില്ല. ഒരു വട്ടം നിങ്ങളെ വീഡിയോ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരെന്ത് ചെയ്തു, ആ വീഡിയോ കണ്ട് നോക്കിയില്ല. രണ്ടാമത്തെ ദിവസം നിങ്ങൾ അതേപോലെ പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ ആരും നോക്കിയിട്ടുണ്ടാവില്ല. മൂന്നാമത്തെ ദിവസം പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇതിപ്പോൾ കുറേ ദിവസമായല്ലോ ഈ വീഡിയോ വരുന്നത്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ആ ആൾ വീഡിയോ കാണും. പക്ഷേ വീഡിയോ കണ്ട ആൾ ചിലപ്പോൾ ലൈക്ക് അടിക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ചിലപ്പോൾ നിൽക്കില്ല. അത് തുടർച്ചയായിട്ട് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുക, ചിലപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ വീഡിയോ കാണും, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു 3-4 പ്രാവശ്യം കഴിയുമ്പോൾ ആൾക്കാരൊന്ന് ആ വീഡിയോ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇങ്ങനെ ടോപ്പിക്കുകൾ ഇങ്ങനെ മാറ്റി വരുന്ന ഇടയിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഇടയിൽ നിങ്ങൾ വീഡിയോ വ്യൂവേഴ്സ് കൂടുന്നതോടും തന്നെ നിങ്ങൾക്ക് ലൈക്കുകൾ വരും, അതേപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടും. അപ്പോൾ വ്യൂവേഴ്സ് കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ഓരോ കാര്യങ്ങൾ വ്യൂവേഴ്സ് കൂട്ടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വ്യൂവേഴ്സ് കിട്ടും. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ പോസ്റ്റ് ചെയ്ത് നമുക്ക് കുറേ വ്യൂവേഴ്സും വ്യൂവേഴ്സ് കിട്ടൽ തുടങ്ങി. അപ്പം നമുക്ക് അടുത്ത സംശയം എങ്ങനെ ഇതിന് പൈസ കിട്ടാന്നുള്ളതാണ്. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ട്, ഗൂഗിൾ നൽകുന്ന. അപ്പോൾ ഈ ആഡ്സെൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആഡ്സെൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സെൻസിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റും. അത് ഞാൻ സ്റ്റെപ്പായിട്ട് അതിലേക്ക് വരാം. അപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇന്നെ ഫോളോ ചെയ്യുന്നവർ യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതുപോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുക എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുക, അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ്.